തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 16 പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 60% പൊള്ളലേറ്റ ഉണ്ണികൃഷ്ണൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജന്മനാടായ എടപ്പാളിലേക്ക് കൊണ്ടുപോകും. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, അങ്ങനെ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. മരിച്ചവരുടെ എണ്ണം 16 ആയിരിക്കുന്നു. എപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ? രത്ന, ഇന്ന് അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ആരംഭിക്കും. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ആരംഭിക്കുക. ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എടപ്പാളിലെ വീട്ടിൽ ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ഏറ്റവും ഒടുവിൽ ബന്ധുക്കളിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ഏതാണ്ട് 60% പൊള്ളൽ ഇദ്ദേഹത്തിന് ഏറ്റിരുന്നു. അതിന്റെ ഭാഗമായി തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ഏതാണ്ട് 50%-ലധികം ഡോക്ടേഴ്സ് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അണുബാധ അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഉണ്ണികൃഷ്ണന്റെ മരണം സംഭവിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുടർ നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ശ്രീജിത്ത്, അതുപോലെ തന്നെ മുണ്ടത്തിക്കോട് ദുരന്തവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനൊക്കെ തന്നെ രൂപീകരിച്ചിരിക്കുന്നു. അതിന്റെ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് നാളെ മുണ്ടത്തിക്കോട് സ്ഥലം ഈ ദുരന്ത ബാധിതമായ പ്രദേശം നടന്ന പ്രദേശം സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ അദ്ദേഹം വന്ന് ആ പ്രദേശം സന്ദർശിക്കുകയും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ നേരിൽ കാണുകയും ചെയ്യും. അതിനുശേഷം കൃത്യമായ രീതിയിൽ ഈ മരിച്ചവരുടെ ബന്ധുക്കളെ കൂടി കണ്ട് സംസാരിക്കും. പിന്നീടായിരിക്കും ഒരു തുടർ അന്വേഷണം അല്ലെങ്കിൽ ഒരു മൊഴിയെടുപ്പ് ഒക്കെ ഉണ്ടാവുക. എന്തായാലും നാളെ CN രാമചന്ദ്രൻ നായർ ജസ്റ്റിസ് അദ്ദേഹം ഇവിടേക്ക് വരികയാണ്. ശേഷം തുടർ നടപടിക്രമങ്ങൾ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.